Dear students, we are to our second year high secondary course. How do you feel? Today we are going to learn the first unit of your English course book. Last year you have 6 units. Do you remember? But in the second year you have only 5 units. The first unit is Flights of Freedom. In this unit you have a speech named 3 L's of Empowerment, a poem, a woman, a short story named Matchbox, and an anecdote named Haragalu. We can go back to our title. എന്താണ് നമ്മുടെ യൂണിറ്റിൻ്റെ ടൈറ്റിൽ? ഇറ്റ്സ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. എന്താണ് അതിൻ്റെ മീനിങ്? ഫ്ലൈറ്റ്സ്, യു നോ ദ മീനിങ്, ദ ആക്ട് ഓഫ് ഫ്ലൈയിങ്, പറക്കൽ എന്നാണ്. സോ എന്താ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം? സ്വാതന്ത്ര്യത്തിൻ്റെ പറക്കൽ എന്നാണോ? ഡി സ്റ്റുഡൻസ്, ഹിയർ ഫ്ലൈറ്റ് ഷോസ് ദ ജേണി. എല്ലായ്പ്പോഴും ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പറക്കൽ എന്ന് പറയുന്നത് ഈ യാത്രയാണ്. സോ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ഇസ് ദ ജേണി ഓഫ് ഫ്രീഡം ഓർ പാത്ത് ഓഫ് ഫ്രീഡം. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഈ ഫ്ലൈറ്റ് എന്ന വേർഡ് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ സിമ്പലാണല്ലേ. വെൻ എ ബേർഡ് ഈസ് കേജ്ഡ് ഇറ്റ് ഹാസ് നോ ഫ്രീഡം. വാട്ട് ഓഫ് ഫുഡ് ഓർ ഫെസിലിറ്റി വി ഗിവ് ദം, എ കേജ് ഈസ് എ പ്രിസൺ ടു എ ബേർഡ്. ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പരലെന്ന് വള്ളത്തോൾ പറഞ്ഞത് ഓർമ്മയുണ്ടാകും. ഇൻ ദിസ് യൂണിറ്റ് we are discussing the freedom of women from the traditional bondage. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഫ്രം ദി ട്രഡീഷണൽ ബോണ്ടേജ്. എന്താ ട്രഡീഷണൽ ബോണ്ടേജ്? ട്രഡീഷണൽ മീൻസ് എസ്റ്റാബിൾഡ്, കൺവെൻഷണൽ ഓർ ഏജ് ഓൾഡ്, വർഷങ്ങളെ നിലനിന്ന് പോരുന്ന ബന്ധനം. അപ്പോൾ വർഷങ്ങളെ സ്ത്രീകളിൽ നിലനിന്ന് പോരുന്ന ബന്ധനങ്ങളിൽ നിന്നുള്ള അവരുടെ ഫ്രീഡത്തെക്കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന റൂസോ പറഞ്ഞതുപോലെ, man is born free and everywhere he is in chain. അത് കുറച്ചുകൂടി മാറ്റം വരുത്തുമ്പോൾ ഇങ്ങനെ പറയാം, വിമൺ ഈസ് ബോൺ ഫ്രീ ആൻഡ് എവരിവെയർ ഷീ ഈസ് ഇൻ ചെയിൻ. പക്ഷേ ഇത്തരം ചെയിനുകളെ പൊട്ടിച്ചെറിഞ്ഞ സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെട്ട ഗ്രേറ്റ് വിമൺ എക്കാലത്തും എല്ലായിടത്തും ഉണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. ഈ വനിതാ രത്നങ്ങളൊക്കെ നിങ്ങൾ പരിചയമുള്ളതല്ലേ? എങ്ങനെയാണ് ഈ പ്രതിഭകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ബോണ്ടേജിനെ, പൈതൃകമായ കാലാകാലം നിലനിന്ന ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞത്? വാട്ട് മേഡ് ദം പവർഫുൾ? വാട്ട് എംപവേർഡ് ദം? അല്ലെങ്കിൽ മറ്റൊരു തരം ചോദിക്കുകയാണെങ്കിൽ, ഹൗ ടു എംപവർ വിമൺ? എങ്ങനെ സ്ത്രീകളെ ശക്തിയുള്ളവരാക്കാം? എങ്ങനെ സ്ത്രീ ശാക്തീകരണം സാധ്യമാകും? തമിഴ്നാട്ടിലെ മദർ തെരേസ വിമൻസ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കവേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരേയൊരു വനിതാ പ്രസിഡൻ്റായിരുന്ന ശ്രീമതി പ്രതിഭ പാട്ടിൽ മുന്നോട്ട് വച്ചത് ഒരു 3E അപ്രോച്ച് ആയിരുന്നു. ഹി ടോൾഡ് us the 3Es: എൻവയറോൺമെൻറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ഇക്വാളിറ്റി. എന്തൊക്കെയാണ്? എൻവയറോൺമെൻറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ഇക്വാളിറ്റി ക്യാൻ എംപവർ വിമൺ എന്നാണ് പറഞ്ഞത്. ഇൻ യുവർ ടെക്സ്റ്റ് there is a speech, the 3 L's of empowerment, the 3 L's of empowerment by Christine Lagarde. ക്രിസ്റ്റ്യൻ ലഗാർഡെ എന്നൊക്കെ പരിചയം ഉണ്ടാകും. ഷി വാസ് എ ഫ്രഞ്ച് പൊളിറ്റീഷ്യൻ ആൻഡ് എ ലോയർ. 2014 ഫോഴ്സ് മാഗസിൻ ലോകത്തിലെ മോസ്റ്റ് പവർഫുൾ വിമണിനെ ഗ്രേഡ് ചെയ്തപ്പോൾ 50% എത്തിയ ആളാണ് ക്രിസ്റ്റ്യൻ ലഗാർഡെ. ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദി ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് G8 ഇക്കോണമി. ക്രിസ്റ്റ്യൻ ലഗാർഡെ ഒരു ഫിനാൻസ് മിനിസ്റ്റർ മാത്രമായിരുന്നില്ല. ഹി വാസ് ഓൾസോ സെർവ്ഡ് ആസ് മിനിസ്റ്റർ ഓഫ് എക്കണോമിക് അഫയേഴ്സ്, മിനിസ്റ്റർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫിഷിംഗ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് 2011 മുതൽ 2019 വരെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിരുന്നു ക്രിസ്റ്റ്യൻ ലഗാർഡെ. വാസ് പ്രസൻറ്റ് സ്പീച്ച് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത് 2014 മെയ് 19 വാഷിംഗ്ടൺ DC നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്രിസ്റ്റ്യൻ ലഗാർഡെ നടത്തിയ സ്പീച്ചിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ചുരുക്കരൂപമാണ്. ദ സ്പീച്ച് ഈസ് ടൈറ്റിൽഡ് ആസ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. പ്രതിഭ പാട്ടിൽ 3E അപ്രോച്ച് പറയും പോലെ ക്രിസ്റ്റ്യൻ ലഗാർഡെ ഒരു 3L അപ്രോച്ച്മെൻറ്റാണ്, 3 L's ഓഫ് വിമൺ എംപവർമെൻ്റ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. ക്രിസ്റ്റ്യൻ ലഗാർഡെ വിമൺ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഷീ മെയിൻലി ഫോക്കസസ് ഓർ ഷീ മെയിൻലി എയിംസ് the economic or financial development, financial empowering of women.
Okay. Then, what are the three L's? The first L is learning, the second L is labor, and the third L is leadership. Learning, labor, and leadership. Kishnagarde suggests that, or Kishnagarde says that, this learning, labor, and leadership can empower women. Or these are the three main factors for women empowerment. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടുന്ന 3 ഘടകങ്ങൾ: ലേണിംഗ് വിദ്യാഭ്യാസം, ലേബർ തൊഴിൽ, അതുപോലെ ലീഡർഷിപ്പ് നേതൃത്വം. ഈ 3 ഗുണങ്ങളും വിദ്യാഭ്യാസവും അതുപോലെ തൊഴിലും നേതൃഗുണവും ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ എംപവർ ചെയ്യാം എന്നാണ് ഈ സ്പീച്ചിലൂടെ ക്രിസ്റ്റ്യൻ ലഗാർഡെ പറയുന്നത്. നമുക്ക് അല്പം കൂടി ഡീറ്റെയിൽ ആയി നോക്കാം. ഹൗ ഡു ദ 3 L's എംപവർ വിമൺ? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇവ എങ്ങനെയാണ് സ്ത്രീകളെ എംപവർ ആക്കുന്നത്? ഫസ്റ്റ്, ലേണിംഗ്. ലേണിംഗ് ഹെൽപ്സ് ഹർ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ലേണിംഗ്, അതായത് പഠനം, എഡ്യൂക്കേഷൻ, ഹെൽപ്സ് ഹർ ടു ബ്രേക്ക് തകർക്കുവാൻ, പൊട്ടിച്ചെറിയുവാൻ സഹായിക്കുന്നു. വാട്ട് ഈസ് ടു ബ്രേക്ക്? ഇവിടെ എന്താണ് തകർക്കേണ്ടത്? ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഡു യു നോ ദ മീനിങ് ഓഫ് വേർഡ് ഷാക്കിൾസ്? ഷാക്കിൾസ് മീൻസ് ചെയിൻസ്, ചങ്ങലകൾ. ഇപ്പോൾ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ മീൻസ് ബാരിങ്, കീപ്പിംഗ് ഔട്ട്, ഒഴിവാക്കൽ അല്ലെങ്കിൽ മാറ്റി നിർത്തൽ. സോ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ മീൻസ് ഒഴിവാക്കലിൻ്റെ ചങ്ങലകൾ, മാറ്റി നിർത്തലിൻ്റെ ചങ്ങലകൾ. സോ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ മീൻസ് ഒഴിവാക്കലിൻ്റെ ചങ്ങലകൾ തകർക്കുവാൻ, മാറ്റി നിർത്തലിൻ്റെ ചങ്ങലകൾ ഒഴിവാക്കുവാൻ പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവളെ സഹായിക്കുന്നു എന്നാണ്. ലളിതമായി പറഞ്ഞാൽ, അറിവില്ലാത്തതിൻ്റെ, പരിശീലനമില്ലാത്തതിൻ്റെ പേരിൽ അവളെ, സ്ത്രീയെ ഒഴിവാക്കി നിർത്തിയിരുന്ന പല മേഖലകളിലും വിലക്കുകൾ ഭേദിച്ച്, ചങ്ങലകൾ ഭേദിച്ച് അകത്ത് കടക്കുവാൻ അവളെ സഹായിക്കുന്നത് ലേണിംഗ് ആണ്. സോ ലേണിംഗ് ഹെൽപ്സ് ഹർ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. നെക്സ്റ്റ്, ലേബർ. ലേബർ ഫെസിലിറ്റേറ്റ്സ് ഹർ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ഹർ ട്രൂ പൊട്ടൻഷ്യൽ. ലേബർ ഫെസിലിറ്റേറ്റ്സ് ഹർ. വാട്ട് ഈസ് ഫെസിലിറ്റേറ്റ്സ്? ഫെസിലിറ്റേറ്റ് മീൻസ് ഹെൽപ്സ് ഓർ എനേബിൾസ്, മേക്ക് ഹർ ഏബിൾ. ലേബർ അവളെ സഹായിക്കുന്നു. എന്തിന് സഹായിക്കുന്നു? ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ഹർ ട്രൂ പൊട്ടൻഷ്യൽ. വാട്ട് ഡു യു മീൻ ബൈ ദ വേർഡ് ഫ്ലറിഷ്? ഫ്ലറിഷ് മീൻസ് പ്രോഗ്രസ്, ടു ഗ്രോ, വളരുവാൻ, മെച്ചപ്പെടുവാൻ. അപ്പോൾ ലേബർ ഹെൽപ്സ് ഹർ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ഹർ ട്രൂ പൊട്ടൻഷ്യൽ. വാട്ട് ഈസ് അച്ചീവ് ഹർ ട്രൂ പൊട്ടൻഷ്യൽ? ഹിയർ അച്ചീവ് മീൻസ് റിയലൈസ് ഓർ ഫുൾഫിൽ ഓർ റീച്ച് അറ്റ് ഹർ ട്രൂ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ മീൻസ് കേപ്പബിലിറ്റി ഓർ കപ്പാസിറ്റി. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ലേബർ ഹെൽപ്സ് ഹർ ടു ഫ്ലറിഷ്, ലേബർ ഹെൽപ്സ് ഹർ ടു പ്രോഗ്രസ്. തൊഴിലുകൾ അവളെ മെച്ചപ്പെടുവാൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, ആൻഡ് അച്ചീവ് ഹർ ട്രൂ പൊട്ടൻഷ്യൽ ആൻഡ് ഫുൾഫിൽ ഹർ ട്രൂ പൊട്ടൻഷ്യൽ. അവളുടെ ശരിയായ കഴിവുകളെ സ്വായത്തമാക്കുവാൻ, സ്വന്തമാക്കുവാൻ, നേടിയെടുക്കുവാൻ അവളെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തൊഴിൽ എന്ന് പറയുന്നത് അവൾക്ക് മെച്ചപ്പെടുവാനും ഒപ്പം അവളുടെ സ്വപ്നങ്ങളെ അല്ലെങ്കിൽ അവളുടെ കഴിവുകളെ നേടിയെടുക്കുവാൻ സഹായിക്കുന്നതുമായ ഒന്നാകുന്നു. അണ്ടർസ്റ്റാൻഡ്? നൗ ടു ദ തേർഡ്, ഇറ്റ് ഈസ് ദ ലീഡർഷിപ്പ്. Leadership enables her to rise and fulfill her innate talents and abilities. Leadership enables her. Leadership helps her. Leadership makes her able. Leadership അവളെ കഴിവുള്ളവളാക്കുന്നു. എന്തിന്? Leadership enables her to rise, progress, മെച്ചപ്പെടുവാൻ, മുന്നോട്ട് പോകുവാൻ, ഉയരുവാൻ അവളെ സഹായിക്കുന്നു. ഉയരുവാൻ വേണ്ടി മാത്രമല്ല, it enables her to fulfill her innate talents and abilities. ഇവിടെ 2 വേർഡ്സ് വരുന്നുണ്ട്, ടാലൻസ് ആൻഡ് എബിലിറ്റീസ്. ടാലൻറ്റും എബിലിറ്റിയും കഴിവാണെങ്കിലും ടാലൻറ്റ് ഈസ് സംതിങ്, ദ ക്വാളിറ്റി യു ഗെറ്റ് ബൈ ബർത്ത്. ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവുകളെയാണ് ടാലൻറ്റ് എന്ന് പറയുക. എബിലിറ്റി മീൻസ് ദ ക്വാളിറ്റി യു ഗെറ്റ് ത്രൂ പ്രാക്ടീസ്. പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്ന കഴിവുകളെ പറയുന്ന പേരാണ്. പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്ന കഴിവുകൾ എബിലിറ്റിയും, ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവുകൾ ടാലൻറ്റുമാണ്. സോ ദി ലീഡർഷിപ്പ് എനേബിൾസ് ഹർ ടു ഫുൾഫിൽ ഹർ ഇന്നേറ്റ് ടാലൻസ് ആൻഡ് എബിലിറ്റീസ്. ലീഡർഷിപ്പ് അവളുടെ ഇന്നേറ്റ് എന്ന വേർഡിൻ്റെ അർത്ഥം ജന്മസിദ്ധം എന്നാണ്. ജന്മസിദ്ധമായ കഴിവുകളെയും ശേഷികളെയും ഫുൾഫിൽ ചെയ്യുവാൻ, നിറവേറ്റുവാൻ, സാക്ഷാത്കരിക്കുവാൻ സഹായിക്കുന്നു. ഇപ്പോൾ ലളിതമായി ഇങ്ങനെ പറയാം, ലീഡർഷിപ്പ് എനേബിൾസ് ഹർ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ഹർ ഇന്നേറ്റ് ടാലൻറ്റ് ആൻഡ് എബിലിറ്റീസ്. ജന്മസിദ്ധമായ കഴിവുകളെയും ശേഷികളെയും സാക്ഷാത്കരിക്കുവാനും ജീവിതത്തിൽ ഉയരുവാനും അവളെ സഹായിക്കുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. Okay, these are the main content of this speech. Now we can go main points again. Christine Lagarde suggests 3 L's of empowerment. They are learning, labor and leadership.
Learning helps her to break the shackles of exclusion. Labor facilitates her to flourish and achieve her true potential. And leadership enables her to rise and fulfill her innate talents and abilities. ഇത് മൂന്നുമാണ് ഈ സ്പീച്ചിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഇത് കൃത്യമായി ഓർത്ത് പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. എക്സാമിന് ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടുന്ന പോയിൻറ്റ്സാണ് ഇതുവരെ പറഞ്ഞത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ സമ്മറിയാണിത്. തുടർന്നുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്ററിനെ വിശദമായിട്ട് നമുക്ക് തുടർന്ന് പഠിക്കാം. സോ നമുക്ക് നമ്മുടെ സ്പീച്ചിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് കടക്കാം. ഫസ്റ്റ് റീഡ് ഇറ്റ്. ദ 3 L's of empowerment. Good afternoon. It is great to be among friends and kindred spirits. The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. But women today remain blocked from contributing their true potential. This has a huge cost. In some countries, per capita income lags significantly because women are denied equal opportunity. They represent half the world's population, but contribute far less than 50% of economic activity. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment: learning, labor, and leadership. നമുക്കിനി ആ പാസേജിലെ ന്യൂ വേർഡ്സ് പരിചയപ്പെടാം. നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ന്യൂ വേർഡ് അല്ലെങ്കിൽ ന്യൂ ഫ്രേസ് എന്ന് പറയുന്ന കിൻഡ്രഡ് സ്പിരിറ്റ്സ് ആണ്. കിത്ത് ആൻഡ് കിൻ എന്ന് കേട്ട് കാണും നിങ്ങൾ. വെഡിങ് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടുമ്പോൾ അതിന് അടിവശത്തായി പലപ്പോഴും എഴുതിയിരിക്കും വിത്ത് ബെസ്റ്റ് കോംപ്ലിമെൻറ്റ്സ് ഫ്രം കിത്സ് ആൻഡ് കിൻസ്. കിത്ത് ആൻഡ് കിൻസ് എന്ന് കാണും അല്ലേ. ഇവിടെ കിൻസ് എന്ന് വെച്ചാൽ റിലേറ്റഡ് പീപ്പിൾ എന്നാണ് അർത്ഥം. നമ്മുടെ ടെക്സ്റ്റിൽ കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എ പേഴ്സൺ ഹു ഹാസ് സെയിം ഒപ്പീനിയൻ, ഫീലിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആസ് യു. നിങ്ങളുടെ പോലുള്ള അഭിപ്രായവും ചിന്തകളും താല്പര്യവുമുള്ള വ്യക്തികളെയാണ് കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്ന് പറയുക. സമാന ചിന്താഗതിക്കാർ എന്ന് പറയാം. ബേർഡ്സ് ഓഫ് എ ഫെദർ, ഒരേ തൂവൽ പക്ഷികൾ എന്നൊക്കെ പറയാം. സോ ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്ന് ക്രിസ്ത്യൻ ലഗാർഡെ സ്പീച്ചിൽ പറയുമ്പോൾ, അഡ്രസ്സ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കൾക്കും സമാന ചിന്താഗതിക്കാർക്കും ഒപ്പമായിരിക്കുമ്പോഴുള്ള സന്തോഷം പങ്കിടുകയാണ്. ദാറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദി സ്പീച്ച്. ഒരു സ്പീച്ചിൻ്റെ ഏറ്റവും ആകർഷകമായ പോയിൻറ്റ് അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നത് അഡ്രസ്സിംഗ് ആണ്. അതിലൂടെയാണ് ആൾക്കാരുടെ ശ്രദ്ധയെ ആദ്യം പിടിച്ചു പറ്റുക. അത് കഴിഞ്ഞാൽ വിഷയത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം വേണം പറയാൻ. ഇവിടെ ക്രിസ്ത്യൻ ലഗാർഡ് പറയുന്നു, The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. 21st century poses എന്നാണ്. Here the word poses means raises, ഉയർത്തുന്നു. 21st century poses many challenges and the meaning 21ാം നൂറ്റാണ്ട് ധാരാളം ചലഞ്ചുകൾ, ധാരാളം വെല്ലുവിളികൾ പൊസസ് ചെയ്യുന്നുണ്ട്, റേസ് ചെയ്യുന്നുണ്ട്, ഉയർത്തുന്നുണ്ട് എന്നാണ്. The 21st century poses many challenges that require, that needs new way of thinking. New way of thinking, പുതിയ ചിന്താധാര ആവശ്യമുള്ള, പുതിയ ചിന്താരീതി ആവശ്യമുള്ള, പുതിയ തരത്തിലുള്ള ചിന്താധാര ആവശ്യപ്പെടുന്ന നിരവധി വെല്ലുവിളികളെ 21st century പൊസസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ദ 21st century poses many challenges that require new ways of thinking എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. None more important than the economic role of women in a rapidly changing world. None, nothing, no one is more important. നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് വെല്ലുവിളികൾ, നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, കൂടുതൽ പ്രാധാന്യമുള്ളതല്ല ദാൻ ദി ഇക്കണോമിക് റോൾ ഓഫ് വിമൺ. ഇക്കണോമിക് റോൾ ഓഫ് വിമണിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളതല്ല ഈ പറഞ്ഞ വെല്ലുവിളികൾ. ഏത് ഇക്കണോമിക് റോൾ ഓഫ് വിമൺ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്, ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരുന്ന ലോകത്ത് സ്ത്രീകളുടെ സാമ്പത്തിക പങ്കിനേക്കാൾ വലുതല്ല ഈ പറഞ്ഞ വെല്ലുവിളികൾ ബാക്കിയുള്ളവ എന്നർത്ഥം. വേറെ തരത്തിൽ പറഞ്ഞാൽ, ഓഫ് ഓൾ ദീസ് ചലഞ്ചസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ദ ഇക്കണോമിക് റോൾ ഓഫ് വിമൺ ഇൻ ദി റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്. ബട്ട് വിമൺ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കൺട്രിബ്യൂട്ടിംഗ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ബട്ട് വിമൺ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ്. റിമെയിൻ ബ്ലോക്ക്ഡ് മീൻസ് സ്റ്റേയിങ് ബ്ലോക്ക്ഡ് ഓർ കീപ്പിംഗ് ബ്ലോക്ക്ഡ്, തടയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഫ്രം കൺട്രിബ്യൂട്ടിംഗ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ഹിയർ ദ കൺട്രിബ്യൂട്ടിംഗ് മീൻസ് ഓഫറിങ് ഓർ ഗ്രാൻറ്റിങ്, ഗിവിങ്, പ്രൊവൈഡിങ്, സപ്ലൈങ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. കൺട്രിബ്യൂട്ടിംഗ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ ശരിയായ പൊട്ടൻഷ്യൽ, ശരിക്കുള്ള കഴിവുകൾ പ്രദാനം ചെയ്യുന്നതിൽ നിന്നും വിമൺ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ്, സ്ത്രീകൾ ഇന്ന് തടയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അടുത്ത സെൻസ് ഇങ്ങനെ പറയുന്നു, ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്, മീൻസ് വി ഹാവ് ടു ഗിവ് ഹ്യൂജ് പെനാൽറ്റി ഓൺ ഇറ്റ്, മീൻസ് ഇറ്റ് ഹാസ് എ ഹ്യൂജ് ലോസ്റ്റ്, ഇത് വലിയ വില കൊടുക്കേണ്ടി വരും.
അതായത് സം വേ വിമൺ cannot contribute her true potential and the world has to give a great penalty for it. എന്തുകൊണ്ടോ സ്ത്രീകൾക്ക് അവരുടെ ശരിയായ സംഭാവനകൾ ഈ ലോകത്തിന് പ്രദാനം ചെയ്യാൻ പറ്റുന്നില്ല, അതിന് ലോകം വലിയ വില കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് സെൻറ്റൻസ്. ഇൻ സം കൺട്രീസ് per capita income lags significantly because women are denied equal opportunity. In some countries, per capita income. What do you mean by per capita income? Capita means head. Per capita means per head income. That is per capita income. മലയാളത്തിൽ പറഞ്ഞാൽ പ്രതിശീർഷ വരുമാനം. അതായത് ഒരു പ്രദേശത്തെ മുഴുവൻ വരുമാനത്തെ അവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും per capita income. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്, വരുമാനം 1000 റുപ്പീസാണ് 1 ഡേ എങ്കിൽ ആ 1000 റുപ്പീസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന 250, അതായിരിക്കും അവിടുത്തെ പ്രതിശീർഷ വരുമാനം. ഓരോ വ്യക്തിക്കും 250 റുപ്പീസ് ഉള്ളതിന് തുല്യം. ദാറ്റ് ഇസ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയാം. ഇവിടെ പറഞ്ഞു വന്നു ഇൻ സം കൺട്രീസ്, ചില രാജ്യങ്ങളിൽ പെർ ക്യാപിറ്റ ഇൻകം, ആ പെർ ക്യാപിറ്റ ഇൻകം ലാഗ് സിഗ്നിഫിക്കൻ്റ്ലി. ദ വേർഡ് ലാഗ് മീൻസ് ഫാൾസ് ബിഹൈൻഡ്, നോട്ട് കീപ്പിംഗ് പേസ്, മുന്നോട്ട് വരുന്നില്ല. പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞു പോകുന്നു, പിന്നാക്കം പോകുന്നു. ചില രാജ്യങ്ങൾ പെർ ക്യാപിറ്റ ഇൻകം ലാഗ് സിഗ്നിഫിക്കൻ്റ്ലി മീൻസ് നോട്ടബിളി, ഒബ്വിയസ്ലി, ക്ലിയർലി. ചില രാജ്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം വളരെ ശ്രദ്ധേയമായ തരത്തിൽ കുറഞ്ഞു പോകുന്നു. ബിക്കോസ് വിമൺ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. സ്ത്രീകൾക്ക് ഡിനൈ ചെയ്യപ്പെടുന്നു, റെഫ്യൂസ് ചെയ്യപ്പെടുന്നു, നിഷേധിക്കപ്പെടുന്നു ഈക്വൽ ഓപ്പർച്യൂണിറ്റി. സ്ത്രീകൾക്ക് തുല്യ അവസരം നിഷേധിക്കപ്പെടുന്നു എന്നതിനാൽ ചില രാജ്യങ്ങൾ പെർ ക്യാപിറ്റ ഇൻകം സിഗ്നിഫിക്കൻ്റ്ലി ശ്രദ്ധേയമായ തരത്തിൽ കുറഞ്ഞു പോകുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ്. They represent half the world's population but contribute to far less than 50% of economic activity. ഈ സെൻസ് വളരെ സിമ്പിളാണ്. They represent, here the word they means women. Women represent half the world's population. ലോകത്തിൻ്റെ പോപ്പുലേഷൻ്റെ ഹാഫ്, പകുതിയുടെ റെപ്രസെൻറ്റേറ്റീവുകളാണ് സ്ത്രീകൾ, പ്രതിനിധികളാണ് സ്ത്രീകൾ. അപ്പോൾ they represent half the world's population. ലോക ജനസംഖ്യയുടെ പകുതിയുടെ പ്രാതിനിധ്യമുള്ളവരാണ് വിമൺ. ബട്ട് കൺട്രിബ്യൂട്ട്, പക്ഷേ അവർ നൽകുന്നതോ ഫാർ ലെസ് ദാൻ 50%. 50%ൽ കുറവാണ് എക്കണോമിക് ആക്ടിവിറ്റി നൽകുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ലോക ജനസംഖ്യയുടെ 50% വിമൺ ഉണ്ട് എങ്കിലും എക്കണോമിക് ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ അവർ ലെസ് ദാൻ 50ആണ്, 50% കുറവാണ്. നെക്സ്റ്റ് സെൻറ്റൻസ്. വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ ഈസ് എ കൺസെർട്ടഡ് എഫേർട്ട് ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി വിത്ത് വാട്ട് ഐ കോൾ ദ 3 L's ഓഫ് വിമൻസ് എംപവർമെൻറ്റ്. വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ? ടു ചേഞ്ച് ദിസ് പിക്ചർ, ഈ ചിത്രത്തിന് മാറ്റം വരുവാൻ, ഈ രംഗത്തിന് മാറ്റം വരുവാൻ വേണ്ടി വാട്ട് ഈസ് നീഡഡ്, എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ, ഈ ദൃശ്യം മാറുവാൻ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ കൺസെർട്ട് എഫേർട്ട്. ആവശ്യം ഒരു കൺസെർട്ട് എഫേർട്ടാണ്, മീൻസ് കൺജോയിൻഡ് എഫേർട്ടാണ്, കമ്പൈൻഡ് എഫേർട്ടാണ്, ഒരു ഒത്തുചേർന്നുള്ള പരിശ്രമമാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ രംഗം മാറുന്നതിന് വേണ്ടി, ഏത് രംഗം? The women represent half the world's population but contribute to less than 50% of economic activity എന്ന ആ ദൃശ്യം മാറുന്നതിന് വേണ്ടിയിട്ട് we need a combined effort to open the door to opportunity. അവസരത്തിൻ്റെ വാതിൽ തുറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒത്തുചേർന്ന ശ്രമം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ദൃശ്യം മാറുന്നതിന് വേണ്ടി we have to open the door to opportunity with a concerted effort. ഒരു ഒത്തുചേർന്ന പരിശ്രമം കൊണ്ട് നമ്മൾ അവസരത്തിൻ്റെ വാതിൽ തുറക്കണം. ടു ഓപ്പൺ ദ ഡോർ, ആ വാതിൽ തുറക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്റ്റ്യൻ ലഗാർഡെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കീ ഉണ്ട്. ദാറ്റ് ഈസ് ദ 3 L's ഓഫ് വിമൺ എംപവർമെൻറ്റ്. ലഗാർഡെ പറയുകയാണ് ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി, ആ അവസരത്തിൻ്റെ വാതിൽ തുറക്കേണ്ടിയിരിക്കുന്നു വിത്ത് വാട്ട് ഐ കോൾ ദ 3 L's ഓഫ് വിമൺസ് എംപവർമെൻറ്റ്. 3 L's ഓഫ് വിമൺസ് എംപവർമെൻ്റ് എന്ന് ഞാൻ വിളിക്കുന്ന ആ സംഗതി കൊണ്ട് വേണം ആ അവസരത്തിൻ്റെ വാതിൽ തുറക്കുവാൻ വേണ്ടി. എങ്കിൽ മാത്രമേ വി ക്യാൻ ചേഞ്ച് ദിസ് പിക്ചർ. ദ പിക്ചർ ഓഫ് വിമൺ റെപ്രസെൻറ്റ് ഹാഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ആൻഡ് കൺട്രിബ്യൂട്ട് ലെസ് ദാൻ 50% എന്ന ചിത്രം മാറുന്നതിന് വേണ്ടിയിട്ട് വി ഹാവ് ദ കീ ഓഫ് 3 L's ഓഫ് വിമൺ എംപവർമെൻറ്റ് ആൻഡ് വി ഹാവ് ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി വിത്ത് ദാറ്റ് കീസ്. ഏതെല്ലാമാണ് കീസ്? നേരത്തെ പഠിച്ചതുപോലെ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന കീസ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യുക എന്ന് ക്രിസ്റ്റ്യൻ ലഗാർഡെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആ ഫസ്റ്റ് പാരഗ്രാഫ് അവസാനിക്കുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നും കൂടി കേൾക്കാം. The economic role of women is the most important challenge that the 21st century faces. The challenge is that they are blocked from contributing their true potential. They represent half the world's population, but they cannot contribute that much economic activity.
It is because they are denied equal opportunity with men. To open the door of opportunity, Christine Lagarde holds out 3 keys. They are learning, labor, and leadership. She collectively calls them the 3 L's of women empowerment. Understand? 3 L'സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്ന മറ്റ് ഭാഗങ്ങൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ടെക്സ്റ്റിനെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ സ്വയം വായിച്ച് മനസ്സിലാക്കുക. Now a work for you. In connection with the International Women's Day, you are asked to prepare an article on the relevance of empowering women in the present day world. Prepare the article. ആർട്ടിക്കിൾ തയ്യാറാക്കി നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കുമല്ലോ. ഓക്കെ, ബൈ. താങ്ക് യു.